സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിന്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് എ മിഷൻ ഫോർ വെൽനസ് ആണ്. വെൽനസിന് വേണ്ടിയുള്ള നമ്മുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് വെൽനസ് തന്നെയാണ്. ഇവിടെ ഇമോഷണൽ ലിറ്ററസി അല്ലെങ്കിൽ ഇമോഷണൽ വെൽനസ് നമ്മൾ പല സബ്ജക്റ്റിൽ പലരും സംസാരിക്കുന്നുണ്ട്, വ്യത്യസ്ത ആംഗിളിൽ. നമുക്കിത് ഇതെന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള എല്ലാവർക്കും അതിയായ ആഗ്രഹമുണ്ട്. അപ്പോ നീ സെഷൻ നയിക്കുന്നത് നമ്മുടെ കോവിറ്റോയില് സജീവമായിട്ട് ഉണ്ടായിരുന്നതാണ് നമ്മുടെ റിക്സൺ സാറ്. സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിനെ സംബന്ധിച്ച് നമ്മുടെ സെന്ററിൽ വന്ന് ഒരു ദിവസം ഫുൾ ടൈം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിർത്താതെ ക്ലാസ് എടുത്തു. നമ്മളൊരു കൗൺസിലിംഗ് കോഴ്സ് പണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു കോഴ്സ് നടത്തിയിട്ടുണ്ട്. റിക്സൺ സാറ് വന്ന് ക്ലാസ് എടുത്ത് ഈ മാനസിക ആരോഗ്യം എന്നൊക്കെ പറയുന്നത് സാറിനെ സംബന്ധിച്ച് ഒരു ലഹരിയാണ്. മനുഷ്യന് ലഹരി വേണം, ലഹരി പാടില്ല എന്ന് പറയുമ്പോഴും ഞങ്ങൾ പറയും ലഹരി വേണം. നമ്മളിവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും ഒരു ലഹരി ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്, അല്ലെ? ലഹരി ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ റിക്സൺ സാറിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഈ ഗ്രൂപ്പിലുള്ളവർ. എങ്കിലും സതീഷ് സാറും പിന്നെ ശുഭാഞ്ജലിയും ഒക്കെ സംസാരിക്കും സാറിനെ, പിന്നെ സതീഷ് സാറിനെ കുറിച്ച്. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ആരംഭിച്ചിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 8 വർഷത്തിന് മേളിലായിട്ടുണ്ട്. സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസുമായുള്ള ബന്ധം. അദ്ദേഹത്തിന് നമ്മുടെ എറണാകുളത്ത് ഒരു പിന്നെ കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. അതുപോലെ തന്നെ വിവോ ഹെൽത്ത് ആൻഡ് കെയർ എന്ന പേരിൽ ഒരു സെന്റർ ഉണ്ട്. സാറിന് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ഇതേപോലെ തന്നെ ഒരു സ്ഥാപനമുണ്ട്. ഇതിന്റെ ഒരു ബ്രാഞ്ച് എന്ന നിലയിൽ ബാംഗ്ലൂരുണ്ട്, ഇപ്പൊ എറണാകുളത്തുണ്ട്. ആലപ്പുഴയില് ഒരു ഘട്ടത്തിൽ ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും ആലപ്പുഴയ്ക്ക് വന്നില്ല. അപ്പോൾ എങ്കിലും കേരളത്തിലെമ്പാടും, കാരണം നമുക്ക് അത്രമാത്രം മെന്റൽ ഹെൽത്ത് പ്രൊമോഷന്റെ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രമാത്രം ആൾക്കാർ കൂടുന്നോ അത്രമാത്രം ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നത്. അപ്പം ആ മേഖലയിൽ നേരത്തെ ഞാൻ പറഞ്ഞ ലഹരി എന്ന് പറയുന്നത് സാറിനെ സംബന്ധിച്ച് മെന്റൽ ഹെൽത്ത് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. വളരെ ഭംഗിയായി സ്വതസിദ്ധമായ ശൈലിയിൽ സാറ് വിഷയം അവതരിപ്പിക്കും. അപ്പം ഞാൻ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. റിക്സൺ സാറ് നമ്മുടെ ഈ സെഷന് നേതൃത്വം നൽകുന്നത് നമ്മുടെ സതീഷ് സാറാണ്. സതീഷ് സാറ് നമ്മുടെ സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിന്റെ പല വിങ്ങുകളുണ്ട്. അതിലൊന്നാണ് മൈത്രി മിഷൻ എന്ന് പറയുന്നത്. മൈത്രി മിഷന്റെ നമ്മുടെ നാഷണൽ കോർഡിനേറ്റർ ആണ് സതീഷ് സാറ്. മൈത്രി മിഷൻ എന്നത് ഞങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. മനുഷ്യരുടെ ഇടയിൽ സമാധാനവും ശാന്തിയും സ്നേഹവും സൗഹാർദ്ദവും വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ സതീഷ് സാറ് ഈ പ്രോഗ്രാമിന് നയിക്കും. അതിനായിട്ട് സതീഷ് സാറിനെ ക്ഷണിക്കുക. താങ്ക് യു ഷാജി സാർ. ഈ ആഴ്ചവട്ടം തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് ഈ കാലഘട്ടത്തിൽ. ഇപ്പോൾ ഏതായാലും റിക്സൺ സാറിന്റെ ഫോട്ടോ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല എന്നതാണ് സത്യം. കാരണം എത്രയോ വർഷങ്ങളായി നമ്മൾ ഒരുപാട് ചർച്ചകളും ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന കോവിറ്റോ ഗ്രൂപ്പിലുള്ളതാണ് അദ്ദേഹമാണെന്ന് അറിയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തന്നെയുണ്ട്. അപ്പൊ റിക്സൺ ജോസ് സാർ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം മെന്റൽ ഹെൽത്ത് ആസ് എ മിഷൻ, മാനസികാരോഗ്യം ഒരു ദൗത്യം. ഇന്ന് മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ വളർന്നു പന്തലിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ മാനസിക അനാരോഗ്യവും വളരുന്നു. രണ്ടും ഒരുമിച്ച് വളരുന്ന ഒരു അവസ്ഥ. ഏതാണ് മുന്നിൽ എന്നറിയില്ല. മനസ്സിനെ നേരിടും മുമ്പ് ശരീരത്തെ അറിയാനല്ലേ ആദ്യം ശ്രമിക്കേണ്ടത്. ഒരുവന്റെ ശരീരത്തിന്റെ സ്പന്ദനങ്ങളെ, അതിന്റെ സെൻസേഷനെ അറിയാതെ അത് നേരിട്ട് മനസ്സിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുമോ? ശരീരത്തെ അറിയാതെ മനസ്സിലേക്ക് കടക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സമീപനം മനഃശാസ്ത്രത്തിൽ ഉണ്ടോ? എനിക്കറിയില്ല. ഏതായാലും നമ്മൾക്ക് കേൾക്കാം. മനഃശാസ്ത്ര രംഗത്ത് ഒരുപാട് യാത്ര ചെയ്യുന്ന ഡോക്ടർ റിക്സൺ ജോസ് സാറിനെ സ്നേഹത്തോടെ വളരെ ആദരവോടെ
വിഷയാവതരണത്തിനായി ക്ഷണിക്കുന്നു ഒരുപാട് സന്തോഷത്തോടെ. താങ്ക് യു സർ, പ്ലീസ് കം. എനിക്ക് വളരെ സന്തോഷം. ഞാൻ ഷായ് സാറും ആയിട്ട് കുറെ നാളത്തെ വളരെ അടുപ്പമുണ്ട്. അതുപോലെ സതീഷ് സാർ എനിക്ക് വളരെ ഓർമ്മയുണ്ട്. നമ്മൾ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കോവിറ്റോ ഗ്രൂപ്പുമായിട്ട് വളരെ അടുപ്പമുണ്ട്. അതിന് കഴിഞ്ഞ ആഴ്ചയും ഒരാള് കോവിറ്റോ ഗ്രൂപ്പിൽ നിന്ന് തന്നെ കോൾ ചെയ്തിരുന്നു, അന്നത്തെ ആ ഒരു ഇന്ററാക്ഷന്റെ ബേസിൽ. അപ്പോ വളരെ സന്തോഷം ഇന്ന് ഇങ്ങനെ ഈ ഗ്രൂപ്പ് സംസാരിക്കാൻ പറ്റിയതിൽ. ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്നാലും ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. എൻ്റെ പേര് ഡോക്ടർ റിക്സൺ എന്നാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. ഞാൻ സൈക്കോളജിയിൽ എൻ്റെ ഡിഗ്രി, PG, അതിനൊക്കെ ശേഷം എൻ്റെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലാണ് എൻ്റെ ഡോക്ടറേറ്റ്. ഞാൻ സാർ പറഞ്ഞതുപോലെ മിബോ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് കെയർ എന്നു പേരുള്ള ഒരു സ്ഥാപനം ഞാനൊരു 7 വർഷം മുമ്പ് എറണാകുളത്ത് ആരംഭിച്ചു. അതിനുശേഷം അതൊരു പ്രീമിയം മെന്റൽ ഹെൽത്ത് കെയർ സെന്റർ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. മറ്റ് സ്ഥാപനങ്ങൾ, മറ്റ് കൗൺസിലിംഗ് സെന്റർ അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക്, ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്, ഒരു പേഷ്യൻ്റ് ഫീലിംഗ് ഉണ്ട്. അതൊന്നും ഇല്ലാത്തൊരു സ്ഥാപനം ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു. ആ ഒരു പാഷനിലാണ് ഡെവലപ്പ് ചെയ്തത്. വളരെ സക്സസ്ഫുള്ളായി. അപ്പോൾ അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഒരു ഹോസ്പിറ്റലായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. എനിക്കിവിടെ ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ IP-യും അഡ്മിഷനും OP ഒക്കെ ഉള്ള ഒരു, നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും, മിബോ ബാംഗ്ലൂർ കാണാൻ പറ്റും. ഒരു 5 സ്റ്റോർ ബിൽഡിങ്ങിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. അതിന് നന്നായി ഡെവലപ്പായി വരുന്നു. ഏകദേശം 12ഓളം ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ, കൊച്ചിയിലും ഉണ്ട്. സൈക്കാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അവരാണ് എല്ലാവരും. അതുപോലെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരെണ്ണം ഞാൻ ബോംബെയിൽ ആരംഭിച്ചു. മുംബൈ ഇവിടെ ബാന്ദ്രയിലാണ്. ബാന്ദ്രയിലും തുടങ്ങി, അവിടെയും നന്നായി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്വപ്നമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം എന്നോട് ഷായ് സാർ ചോദിച്ചു, ഇങ്ങനെ ഒരു കാര്യമുണ്ട് പങ്കെടുക്കുന്ന. അപ്പം ഓക്കെ. അപ്പം വിഷയം ചോദിച്ചപ്പം എനിക്ക് തോന്നുന്നത് അക്കാദമിക്കായ വിഷയങ്ങളൊക്കെ പലരും ഹാൻഡിൽ ചെയ്യാനുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി, മെൻ്റൽ ഹെൽത്ത് ആസ് എ മിഷൻ. അതുകൊണ്ടാണ് ഇന്നൊരു ഡിസ്കഷൻ മോഡിൽ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം, ഞാനൊരു ക്ലാസ് പോലെയോ അല്ലെങ്കിൽ എന്താണ് ഒരു വൺ മാൻ ഷോ പോലെയോ അല്ല. എനിക്ക് നിങ്ങളിൽ ഒരു ഇൻട്രാക്ഷനോടെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും എൻ്റെ കുറച്ച് ഇൻസൈറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു അക്കാദമിക് പ്രോഗ്രാമായിട്ട് നിങ്ങളെ കാണണ്ട, എൻ്റെ കുറച്ച് കാഴ്ചപ്പാട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. ഞാൻ വളരെ ബഹുമാനത്തോടെ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അതുപോലെ നിങ്ങൾക്കുള്ളതും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എന്നെ ഇന്ന് ഈ ഒരു വേദിയിലേക്ക് വിളിച്ചതിൽ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചത് വളരെ സന്തോഷം. ഏകദേശം 18ഓളം പേരുണ്ട്. ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന വളരെ സന്തോഷമുള്ളൊരു ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഓക്കെ, എല്ലാവരും ഏത് സമയത്തും ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒട്ടും ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. നമ്മളൊരു ഫ്രണ്ട്ലി ആയൊരു ടോക്കാണെന്ന് മാത്രം കരുതിയാൽ മതി. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം മെയിനായിട്ട് ഞാൻ പറയാം, മെൻ്റൽ ഹെൽത്ത് ആസ് എ മിഷൻ എന്ന് പറയുന്നതും എന്റർപ്രൈസിങ് എന്ന് പറയുന്നതും രണ്ടാണെന്ന് നമുക്കറിയാം. എന്താണ് ഒരു എന്റർപ്രൈസിങ് എന്ന് പറയുമ്പോൾ? എന്റർപ്രൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കട തുടങ്ങുന്നത് എന്റർപ്രൈസിങ് ആണ്. അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് ഉണ്ട്, പലതരം. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എന്റർപ്രൈസിങ് എന്ന് പറയുന്നത്. ഇപ്പം എന്റർപ്രൈസസ് തീർച്ചയായിട്ടും എല്ലാ സ്ഥാപനങ്ങളും ഓരോ എന്റർപ്രൈസസ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു കൗൺസിലിംഗ് സെന്റർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു എന്റർപ്രൈസ് ആണ്. ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയാൽ അത് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. GST വേണം, അല്ലെങ്കിൽ ഗവൺമെന്റിൻ്റെതായ ലീഗലായ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം വേണം. ഇപ്പോൾ ഹെൽത്ത് കെയറിൽ ഒരുപാട് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ട്. അതുപോലെ മറ്റ് പലതിലും ഉണ്ട് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ട്. നമുക്ക് ധാരാളം എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ട്. അപ്പം എസ്റ്റാബ്ലിഷ്മെന്റ്സ്, അതുപോലെ അടുത്തൊരു കാര്യമാണ് മിഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്നതിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മൾ തൊഴിലുണ്ട്. നമുക്ക് തൊഴിലുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് പണം ആവശ്യമാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം, തൊഴിലുണ്ടാവും. അതും
നിങ്ങൾ മെന്റൽ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചില ഇതിൽ കൗൺസിലേഴ്സ് ഉണ്ടാവാം, സൈക്കോളജിസ്റ്റ് എനിക്ക് അറിയില്ല ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളൊരു പാഷനായിട്ട് ചെയ്യുന്നവരാവാം. ഏതായാലും അതിനകത്ത് ഫീസ് മേടിച്ച് ചെയ്യുന്നുണ്ടാവാം, ചിലർ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ടാവാം. ഏതായാലും ഈ എന്റർപ്രൈസ് ആൻഡ് മിഷൻ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസിലാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് കെയർ എന്ന കാര്യം ഇരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ മെന്റൽ ഹെൽത്തിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയ വ്യക്തികളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ മെന്റൽ ഹെൽത്തിൽ ഇത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി കാരണം? ഇത് അത്രയ്ക്ക് നല്ല സാമ്പത്തിക ലാഭം ഉള്ളത് കൊണ്ടാണോ? അപ്പൊ എനിക്ക് തോന്നുന്നില്ല. ഷായ് സാറ് ഒരുപാട് വർഷങ്ങളായി ഈ ഒരു കാര്യത്തിൽ നിൽക്കുന്നു. എത്ര കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ. അതുപോലെ സതീഷ് സാറുണ്ട്, ഇങ്ങനെ കുറെ മീറ്റിംഗ്സ് ചെയ്യുന്നുണ്ട്. എത്ര കോടികൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ കോടികൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളത് അതിൽ തെറ്റൊന്നുമില്ല. ബിസിനസ്സുകൾ നമുക്ക് ആവശ്യമാണ്, നമുക്ക് പണം ആവശ്യമാണ്. നിങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഫീസ് മേടിച്ച് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇത് നിങ്ങൾ ഈ മെന്റൽ ഹെൽത്ത് കെയറിൽ നിൽക്കാൻ കാരണം എന്തുകൊണ്ടാണ്? ഒരു കാരണം ഉണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫേമസ് ആയ സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി തന്നെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ വളരെ പരിചയമുള്ള ഒരു ഫിഗർ ആയിരിക്കുമല്ലോ സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം എങ്ങനെയാണ് ഒരു സൈക്കോളജിസ്റ്റ് ആയത് എന്നുള്ളത് നമ്മൾ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് നോക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് ആക്ച്വലി ചെറുപ്പത്തിൽ ഭയങ്കരമായ ആങ്സൈറ്റീസ് ഉണ്ടായിരുന്നു, ഫോബിയ ഉണ്ടായിരുന്നു, സീഷർ ഉണ്ടായിരുന്ന പറയുന്നത്, എന്ന് പറഞ്ഞാൽ അപസ്മാരം ഉണ്ടായിരുന്നു. അങ്ങനെ പല തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒരാളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനാലിസിസിന്റെ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് മാത്രമല്ല, ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നും അറിയപ്പെടുന്ന ഒരാളാണ്. വളരെ പ്രഗത്ഭനായ ഒരു അനലൈസ് ചെയ്യുന്ന, വളരെ ഒരു റിസർച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം. ഇന്ന് സൈക്കോളജി ഏറ്റവും അറിയപ്പെടുന്ന ഫിഗറാണ് ഇപ്പോഴും. ഇന്നും ഞങ്ങളുടെ സെന്ററിൽ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജി അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില്ല പലതിലും ഫോളോ ചെയ്യുന്നത്. അത്രയ്ക്ക് വർഷങ്ങളായി, എന്നിട്ടും അദ്ദേഹത്തെ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഇദ്ദേഹം എങ്ങനെ ഒരു ഇത്രയ്ക്ക് ഫേമസ് ആയ ഒരു സൈക്കോളജിസ്റ്റായി മാറി എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനായി അദ്ദേഹം പല രീതിയിൽ അദ്ദേഹം പരിശ്രമിച്ചു. വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ നമ്മൾ കൈയും കാലിട്ട് അടിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം എല്ലാവരും ട്രൈ ചെയ്യും, അദ്ദേഹം ട്രൈ ചെയ്തു. ആ ട്രൈ ചെയ്യല് അദ്ദേഹം കുറച്ചുകൂടെ അക്കാദമിക്കായിട്ട് ട്രൈ ചെയ്തു, റിസർച്ചിലേക്ക് മാറി, ഡെഡിക്കേഷനിലേക്ക് മാറി. അദ്ദേഹം ഇത് മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്തു. എനിക്ക് ഇങ്ങനെയുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും എന്തോരം ഉണ്ടാവും, അതിലേക്ക് കണക്ട് ചെയ്തു. അതിനകത്ത് എന്തോരം ലാഭമുണ്ട്, എത്ര രൂപ വരുമാനം ഉണ്ടെന്ന് നോക്കിയിട്ടല്ല അദ്ദേഹം ആ ഇതിലേക്ക് കടന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ പല മാതാപിതാക്കളും കുട്ടികളെ ഒരു പ്രൊഫഷനിലേക്ക് വിടുമ്പം നീ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഇന്ന ആവണം എന്ന് പറയുമ്പം പലരിലും കാണുന്ന കാര്യം എന്താ? അതിന്റെ സാമ്പത്തിക ലാഭമാണ് മെയിനായിട്ട് നോക്കുന്നത്, അല്ലെ? സാമ്പത്തിക ലാഭം ഇല്ലാത്ത ഒരു കാര്യം നോക്കിയിട്ട് നീ ഇന്നത് ചെയ്യൂ, അതുകൊണ്ട് നിനക്ക് നമ്മുടെ സമൂഹത്തിന് നന്മയുണ്ടാവും മോനെ, അതുകൊണ്ട് നീ പണം നോക്കണ്ട, നീ ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞു വരുന്ന പേരൻസിനെ ഞാൻ വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ എന്ന് പറയുമ്പം ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മളെല്ലാവരും ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് സാമ്പത്തിക ലാഭം വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. പക്ഷേ സിഗ്മണ്ട് ഫ്രോയിഡ് അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. ആ കാലഘട്ടത്തിൽ സൈക്കോളജി ഒട്ടും ഡെവലപ്ഡ് അല്ല, ഒട്ടും അണ്ടർ പെയ്ഡ് ആയ ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം റിസർച്ചിൽ ഇറങ്ങി, അദ്ദേഹം ഒരുപാട് പേരിൽ റിസർച്ച് ചെയ്തു. അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സൈക്കാട്രിസ്റ്റായി മാറി. അദ്ദേഹം ജോലി കിട്ടിയതിന് ശേഷവും പിന്നീടും അദ്ദേഹത്തിന്റെ റിസർച്ച് കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹം മരിക്കുന്ന സമയം വരെ അദ്ദേഹം ഓരോ റിസർച്ചിലായിരുന്നു. അദ്ദേഹം കണ്ടെത്തിയത് തന്നെ ശരിയായിരുന്നോ എന്ന് വീണ്ടും വീണ്ടും കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിലായിരുന്നു. ആക്ച്വലി അദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു കാര്യം വൂണ്ടഡ് ഹീലർ എന്നാണ്. വൂണ്ടഡ് ഹീലർ, ഹീസ് എ ഹീലർ ബിക്കോസ് ഹി വാസ് വൂണ്ടഡ്. ഓക്കെ. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. ഒരു കാൾ റോജർ എന്ന് പറയുന്നത് നമ്മൾ ക്ലൈന്റ് സെന്റേർഡ് തെറാപ്പിയുടെ ഒക്കെ ഫൗണ്ടറാണ്. അദ്ദേഹം എങ്ങനെ സൈക്കോളജിസ്റ്റ് ആയി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അദ്ദേഹം ചെറുപ്പത്തിൽ വളരെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. വല്ലാതെ അപകർഷതാബോധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം അതിനെ അതിജീവിക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. പല രീതിയിൽ സയന്റിഫിക് ആയിട്ടും അദ്ദേഹത്തിന്റെ രീതിയിലെല്ലാം ട്രൈ ചെയ്തു. നോളജ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. പിന്നീട് അദ്ദേഹം സൈക്കോളജിയിലേക്ക് അതുവഴി ഇൻട്രസ്റ്റഡ് ആയി. പിന്നീട് ഒരുപാട് പേരെ ഹീൽ ചെയ്യിക്കുന്ന ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്തു. അദ്ദേഹം അങ്ങനെ ഫാദർ ഓഫ് ക്ലൈന്റ് സെന്റേർഡ് അപ്രോച്ച് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു
ഒരു ഏരിയ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അദ്ദേഹം ഇനി അപ്പോൾ ഇതാണ് ആ ഒരു പേഴ്സണാലിറ്റി. ഇതുപോലെ നമുക്ക് സൈക്കോളജിയിൽ ധാരാളം പേഴ്സണാലിറ്റി കാണാൻ പറ്റും. കാൾ യുങ് എന്ന് പറയുന്ന ആളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാൾ യുങ് ആണ് ഒരു അനലിറ്റിക്കൽ സൈക്കോളജിയുടെ ഫാദർ. നിങ്ങൾ MBT എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെയൊക്കെ ബേസിൽ ഉണ്ടായിരുന്ന ഡെവലപ്പ് ചെയ്ത ആളാണ് അദ്ദേഹം വളരെ റിസർച്ച് ചെയ്ത സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു അടുത്ത ശിഷ്യനായിരുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. അവിടെ കാണാൻ വേണ്ടി പറ്റും അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് കാണാൻ പറ്റും. അദ്ദേഹം ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ഏകദേശം ഒരു 100 വർഷം മുമ്പാണ് ഇന്ത്യയിൽ മധുരയിൽ വന്ന് ഒരു 4 വർഷം അദ്ദേഹം താമസിച്ച് ഇന്ത്യൻ കൾച്ചറിനെ പറ്റി പഠിച്ച് ഇന്ത്യൻ സൈക്കോളജി അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഡെഡിക്കേഷൻ. അതൊന്നും സാമ്പത്തിക ലാഭത്തിന്റെ പേരിലല്ല, ഡെഡിക്കേഷൻ എന്ന് വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്, നമ്മുടെ സൈക്കോളജിയിലെ പ്രഗത്ഭരായ പലരും, അറിയപ്പെടുന്ന പലരും എങ്ങനെ ഈ ഫീൽഡിൽ എത്തി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് മണി, ഓൺലി ബിക്കോസ് ഓഫ് മിഷൻ. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ഇപ്പം എനിക്ക് തോന്നുന്നത് 19 പേരുണ്ട്. ഈ 19 പേര് ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ സംസാരിക്കുക, ഈ നമ്മളൊന്നിച്ച് ഒരു ഇന്ററാക്ഷൻ ഇരിക്കാനും കാരണം ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് എനി ബെനിഫിറ്റ്സ്. ഇത് എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് കൊണ്ടല്ല, ഇത് നമ്മുടെ ഒരു പാഷൻ ആയതുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാവുന്നതുകൊണ്ടാണ്. അതിനെ ഒന്ന് തിരിച്ചറിയിക്കുക, റിയലൈസ് ചെയ്യിക്കുക, അങ്ങനെ പോകുന്നതിന് ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിനായ ഒരു മിഷൻ എന്ന്. കാരണം നമ്മളൊരു പാഷനായിട്ട് ഒരു മിഷനിൽ നമ്മൾ ഏർപ്പെടുമ്പം നമുക്ക് അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മോണിറ്ററി ബെനിഫിറ്റ് നോക്കിയിട്ടല്ല, നമ്മൾ അതിനകത്തൊരു മീനിങ് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരർത്ഥമുണ്ട്. ഓക്കെ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം തരുന്നുണ്ട്, അത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സംഭവിക്കുന്ന കാര്യം, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാവും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വളരെ ക്ലോസ് ആയിരിക്കുന്ന വ്യക്തികൾ തന്നെ നമ്മളോട് ക്രിട്ടിസൈസ് ചെയ്യാൻ വല്ല ആവശ്യമുണ്ടോ, നിങ്ങളുടെ വെറുതെ സമയം കളയുന്ന പരിപാടി, വേറെ വല്ല കാര്യം ചെയ്തുകൂടെ, എന്തിനാണ്? ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നാം, എൻ്റെ സമയം വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ, കുറച്ചും കൂടെ നല്ല പ്രൊഡക്റ്റീവായ കാര്യം ചെയ്യാം. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഇവിടെ ബാംഗ്ലൂരിൽ എൻ്റെ ഈ പ്രൊജക്റ്റിന് ഏതാണ്ട് ഒരു 12 കോടി രൂപയുടെ ഒരു പരിപാടിയായി ഈ ഹോസ്പിറ്റൽ. ഇടയ്ക്ക് ഈ സംഭവം വെച്ച് ഒരു ചിക്കൻ കട തുടങ്ങുവാണെങ്കിൽ എന്തോരം പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ല മീറ്റ് മാൾ തുടങ്ങുവാണെങ്കിൽ എന്തോരം കാശ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ മെൻ്റൽ ഹെൽത്തിൽ നമുക്ക് വലിയ പ്രോഫിറ്റ് കൊണ്ടല്ല, ഏതാണ്ട് ഒരു 10%, 15% നമുക്ക് മെൻ്റൽ ഹെൽത്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് തന്നെ പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടി തന്നെ വർഷങ്ങളെടുക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് വെച്ചാൽ നമുക്ക് ഒരുപാട് പല വഴികളുണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങളും ഇതുപോലെ, അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പുണ്ടാവും. എന്തിനാണ് ഞാൻ ഈ പണിക്കൊക്കെ പോകേണ്ട ആവശ്യം, വേറെ വല്ല കാര്യമില്ലെന്ന് തോന്നാം. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്നതിൻ്റെ മഹത്വം തിരിച്ചറിയണമെന്ന്. 2, നമുക്കതിലൊരു ബൂസ്റ്റ് ആവശ്യമുണ്ട്. നമ്മളൊന്ന് കുറച്ചും കൂടെ എംപവേർഡ് ആവണം. അതാണ് ഞാൻ നിങ്ങളെ ഇത്രയും സൈക്കോളജി മെൻ്റൽ ഹെൽത്തിൽ പാഷനേറ്റ് ആണെന്ന് എല്ലാവരും അറിയാം. നിങ്ങൾ ഇത്രയും പേരെ കാണുമ്പോൾ ഞാനും എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഓൾസോ ബീങ് ബൂസ്റ്റഡ് വിത്ത് യുവർ പ്രസൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഞാനും നിങ്ങൾക്കൊരു ബൂസ്റ്റിങ്ങിന് ഒരു കാറ്റലിസ്റ്റ് ആവാൻ പറ്റുവാണെങ്കിൽ ഐ എം സോ ഹാപ്പി. അതാണ് ഇന്നത്തെ ഞാൻ ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ വേണ്ടി കാരണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ സൈക്കോളജിയിലേക്ക് വരാനുള്ളൊരു കാരണം ഞാനൊന്ന് പറഞ്ഞ് തുടങ്ങാം. ഒരു ചെറിയൊരു കഥ വെച്ച് ഞാൻ തുടങ്ങാം. എനിക്കത് പറയുന്നൊരു പക്ഷേ ഇതുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കും. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 മക്കളാണ്. എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ 5 മക്കളാണ്. അതിൽ എൻ്റെ നേരെ മൂത്ത ചേട്ടനും ഞാനും തമ്മിൽ ഒരു 14 വയസ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട്, 14 years. അപ്പം ഞാനാണ് ഏറ്റവും ഇളയ കുട്ടി. അപ്പോൾ എൻ്റെ ഫാദർ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, അമ്മ ഒരു ടീച്ചറായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ ഏറ്റവും ഇളയ കുട്ടി. എൻ്റെ അമ്മയ്ക്ക് 43 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എന്നെ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ അമ്മയും ഞാൻ വളരെ അറ്റാച്ച്ഡ് ആണ്. അതേസമയം എൻ്റെ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുഴപ്പമില്ല, അങ്ങനെ പോകുന്ന സമയം. അപ്പം ഞാനൊരു +2 പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു എൻട്രൻസിനൊക്കെ ട്രൈ ചെയ്തുകൊണ്ട്, എനിക്ക് അറിയാമായിരിക്കും, PC തോമസ് നമ്മുടെ തൃശ്ശൂർ, അവിടെ ഞാൻ പഠിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് എൻ്റെ അമ്മ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റ് ഞാൻ +2ൻ്റെ അവസാന സമയത്താണ്, ലാസ്റ്റ് പരീക്ഷയുടെ അന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ അതിനുശേഷം ഒരു 6 മാസത്തേക്ക് ആ മരണശേഷം ഞാൻ ഡിപ്രസ്ഡായി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായി. എനിക്ക് എല്ലാ ദിവസവും കരച്ചിലാണ്, കല്ലറയിൽ പോയി കരച്ചിലാണ്, ഭയങ്കരമായ ഡിപ്രഷനിലാണ്. ആർക്കും അത് മനസ്സിലാവുന്നില്ല. അവരെല്ലാവരും എന്നെ ടീച്ചേഴ്സ് വന്ന് ഉപദേശിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, എനിക്ക് സ്കൂളിൽ എൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ലൈഫ് മുഴുവനും ഡിസ്റ്റർബ്ഡായി. നമ്മൾ ഇന്നത്തെ ഒരു ടെർമിനോളജി പറഞ്ഞാൽ PTSD ആണത്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ഒരു ട്രോമ ബേസ്ഡ് ഡിപ്രഷനാണ്.
പക്ഷേ അത് ട്രോമയായിരുന്നു എനിക്കത്. പക്ഷേ അത് ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞാൻ കണ്ണൂരാണ് ജനിച്ചു വളർന്നത്. അത് പറ്റിയില്ല. അതിനുശേഷം ഞാൻ ഈ +2 കഴിഞ്ഞു, ജസ്റ്റ് പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തുനിന്ന് മാറണം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കണ്ണൂരുള്ള ഒരു സന്യാസിമാര് നടത്തുന്ന ഒരു ആശ്രമത്തിൽ പോയി. അവിടെ അവരൊരു 100ഓളം മെന്റലി ചലഞ്ചഡ് ആയ അബാൻഡൻഡ് ആയ ആൾക്കാരെ സംരക്ഷിക്കുന്ന ഒരു ആശ്രമമാണത്. അവരിങ്ങനെ ഗുഹയിലിരുന്ന് പ്രാർത്ഥിക്കും, ഇങ്ങനെ മഴ കൊള്ളും, തറയിൽ കിടന്നുറങ്ങും. മിനിമലിസ്റ്റ് വേ ഓഫ് ലിവിങ് ആണ് അവരുടെ മെയിൻ പരിപാടി. മെന്റലി അബാൻഡൻഡ് ആയ ആൾക്കാരെ കെയർ ചെയ്യാനാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ ഒരു 6 മാസം താമസിക്കാമെന്ന് വിചാരിച്ചു, നിന്നു. പിന്നെ എനിക്കത് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഞാൻ 1 വർഷം നിന്നു. അപ്പോൾ എൻ്റെ മെയിൻ പരിപാടി മെന്റലി അബാൻഡായ, അതായത് ഇന്നത്തെ ലാംഗ്വേജ് പറഞ്ഞാൽ നമ്മുടെ സ്കിസോഫീനിയയും ബൈപ്പോളാരിറ്റി ഒക്കെ ബാധിച്ച ആൾക്കാരെ, സൈക്കോസിസ് ഉള്ള ആൾക്കാരെ, അബാൻഡൻഡ് ആയ ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യാണ്, ഫുഡും ഭക്ഷണമൊക്കെ കൊടുക്കാൻ. ഞാനൊരു വർഷം അവിടെ സ്പെൻഡ് ചെയ്തു. എനിക്കത് മീനിങ് ആയിട്ട് തോന്നി. എനിക്ക് തോന്നി എൻ്റെ വിഷമമൊക്കെ എന്തോരം ചെറുതാണെന്ന് തോന്നി. അതിനുശേഷം എനിക്ക് ഇവരുടെ ഈ മെന്റലി, അപ്പോഴേക്ക് മനസ്സിലായി ഈ മെന്റലി ചലഞ്ചഡ് ആയ ആൾക്കാരുടെ പ്രയാസം എന്ന് പറയുന്നത് വലുതാണ്. ഈ ലോകത്തിൽ ഒരു ദാനം അർഹിക്കുന്നവരുണ്ടെങ്കിൽ മെന്റലി ചലഞ്ചഡ് ആയ ആൾക്കാരാണ് എന്ന് എനിക്ക് തോന്നി. കാരണം ഒന്ന് വിശന്നാല് ഭക്ഷണം ചോദിക്കാൻ പോലും അവർക്ക് ചിലപ്പോൾ സാധിക്കാറില്ല, അങ്ങനത്തെ അവസ്ഥയുള്ളവരാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവരുടെ ബുദ്ധിമുട്ട് അറിയണമെന്ന് കരുതി കേരളത്തിൽ നിന്ന് ഞാൻ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നടന്ന് യാത്ര ചെയ്തു. ഏകദേശം 53 ദിവസം എടുത്തു. റോഡിൽ കൂടെ ഒരു മെന്റലി ചാലഞ്ചഡ് ആയ ഒരു വ്യക്തിയുടെ വേഷത്തിലാണ് ഞാൻ നടന്നത്. ചാക്കിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ഒരു ചട്ടിയൊക്കെ എടുത്ത് എനിക്ക് ആൾക്കാരോട് ചോദിക്കും. ഈ മെന്റലി ചാലഞ്ചഡ് ആയ അബാൻഡായ ആൾക്കാർ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ കിടന്നുറങ്ങിയത്. അങ്ങനെയാണ്. അപ്പം അത് ആ ഒരു 53 ദിവസത്തെ ട്രാവലിന് ശേഷം എനിക്ക് മനസ്സിലായി, എൻ്റെ ലൈഫ് ഞാൻ മെന്റൽ ഹെൽത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ ലൈഫിലെ മീനിങ്. കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയുടെ മനഃശേഷം ഒരു മീനിങ് ആയ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മൈൻഡായിരുന്നു എനിക്ക്. അപ്പോഴാണ് ഈ ഒരു കാര്യം വന്നത്. അപ്പോൾ അതിനുശേഷമാണ് എൻ്റെ സ്റ്റഡീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. അതിനുശേഷം ഞാൻ സൈക്കോളജിയിലേക്ക് ഓരോ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ ശേഷം എൻ്റെ സെൻ്ററുകളൊക്കെ തുടങ്ങി. ഇതെല്ലാം ഞാൻ ചെയ്യുന്നതിന് ഞാൻ എല്ലാം 0 ഡെവലപ്പ് ചെയ്ത. ഞാനിപ്പം കൊച്ചിയിലാണെങ്കിലും ഞാൻ ഏതാണ്ട് ഒരു നിങ്ങൾക്കൊന്ന് മിബോ കൊച്ചി ഗൂഗിളിൽ ചെക്ക് ചെയ്യാൻ അറിയാം. അതിൻ്റെ ഷേപ്പും അതിൻ്റെ ഇന്ത്യയിലും എല്ലാം ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത. കാരണം ഐ ലവ് ദിസ് കോൺസെപ്റ്റ് ഓഫ് സപ്പോർട്ട്. ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ കോൺസെപ്റ്റ് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ 0 തുടങ്ങിയതാണ്. എൻ്റെ കയ്യിൽ ഞാൻ വളരെ ഫിനാൻഷ്യലി ഒട്ടും സൗണ്ട് അല്ലാത്ത ഒരു ഫാമിലിയിൽ നിന്നുള്ള ഒരാളാണ്. ഒരുപാട് സപ്പോർട്ട് തുടങ്ങിയതാണ്. പെബ്ലൂരാണ് ഞാൻ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മുംബൈയിലാണ്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് നല്ലൊരു സ്ട്രോങ് ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ, നമ്മുടെ ഇൻറ്റൻഷൻ നല്ലതാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മുടെ ഇൻറ്റൻഷൻ നല്ലതാണെങ്കിൽ, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു എഫർട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും. എന്നെ ഈ അടുത്ത കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച 1-2 കാര്യം കൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഞാൻ. അതിലേക്ക് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് 22-ാം തീയതിയാണ് എൻ്റെ ഏപ്രിൽ മാസം ബർത്ത്ഡേക്ക്. എല്ലാ ബർത്ത്ഡേക്കും ഞാനിങ്ങനെ സ്ട്രീറ്റിൽ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയൊക്കെ പോകാറുണ്ട്. കേക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബാംഗ്ലൂരാണ് പോയത്. ബാംഗ്ലൂരായിരുന്നു ഞാൻ. അപ്പം ഞാനും വൈഫും കേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ബാംഗ്ലൂർ മെയിൻ MG റോഡിൽ കൂടെ ഞങ്ങൾ പോവാണ്. ആ പോകുന്ന സമയത്ത് ഞാൻ ഒരാളെ കണ്ടു, ഒരു വസ്ത്രമൊക്കെ മുഷിഞ്ഞ ഒരാൾ. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ അടുത്ത് സംസാരിച്ചു. അദ്ദേഹം അപ്പോഴേക്കും മനസ്സിലായി നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഞാൻ കേക്ക് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു വാങ്ങിച്ചില്ല. അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് വളരെ പരുഷമായിട്ട് നോക്കി, എന്നിട്ട് അവിടുന്ന് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് മിക്കവാറും ഒരു സ്കിസോഫ്രീനിയ ഉണ്ടാവും, പാരനോയിഡ് സാധനം വർക്ക് ചെയ്യുന്നുണ്ട് ഉള്ളിൽ. ഞാൻ അതൊരു ടാർജറ്റ് ആയിട്ട് എടുത്തു. ഞാൻ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു അവിടെ ഇരുന്നു, ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വീണ്ടും പോയിരുന്നു, സംസാരിച്ചു തുടങ്ങി. അപ്പം മനസ്സിലായി അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു MTech കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു IT കമ്പനി തുടങ്ങിയിരുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ ക്വാളിഫൈഡ് ആയ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു IT AI കൺസൾട്ടന്റ് ആണ്. പക്ഷേ അദ്ദേഹത്തിന് സ്കിസോഫ്രീനിയ കാരണം അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹത്തിന്റെ കമ്പനി പൂട്ടി, അദ്ദേഹത്തിന് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടായി, അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ പോയി, ലാപ്ടോപ്പ് പോയി, അദ്ദേഹത്തിന്റെ മൊബൈൽ പോയി, എല്ലാം പോയി. അദ്ദേഹത്തെ ഇപ്പോൾ സ്ട്രീറ്റിലാണ്. ഓക്കെ, ഞാൻ അദ്ദേഹത്തെ എൻ്റെ സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം വന്നില്ല. ഞാൻ കൂടുതൽ ഫുഡ് കഴിച്ചില്ല, വന്നില്ല. പക്ഷെ ആഫ്റ്റർ ഒരു 3 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഞാൻ ചെക്ക് ചെയ്തു അദ്ദേഹത്തിന്റെ കമ്പനി പ്രൊഫൈലൊക്കെ, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അദ്ദേഹം പറഞ്ഞ എല്ലാം സത്യമാണ്. ലിങ്ക്ഡിൻ പ്രൊഫൈലുണ്ട്. 3 മാസം കഴിഞ്ഞ് ഞാൻ ബോംബെയിലായിരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ വന്നു എന്നെ അന്വേഷിച്ചു വന്നു. അപ്പം ഞാൻ എൻ്റെ ഇവിടെ സ്റ്റാഫിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ അദ്ദേഹത്തെ കാണും, എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ താമസം കൊടുത്തു. ഇവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് താമസവും ഭക്ഷണവും എല്ലാം കൊടുത്ത് ട്രീറ്റ്മെൻറ്റും എല്ലാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ 1 മാസം മുമ്പ് അദ്ദേഹം വളരെ ബെറ്ററായി. അദ്ദേഹം വീട്ടിലേക്ക്, ബനാറസിലാണ് വീട്, അദ്ദേഹം തിരിച്ചുപോയി. അപ്പം അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും മുറിയിൽ 2 ഗവൺമെന്റ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, ഒരാൾ ഫിലിം ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഹൈ പ്രൊഫൈൽ ആയിരിക്കുന്ന ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഒരു പ്രീമിയം കെയർ സെന്ററാണ്. അപ്പം അവരുടെ കൂടെയാണ് ഇദ്ദേഹം നമ്മൾ സപ്പോർട്ടിട്ടായിരുന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് ഇത് ആരെയും ബാധിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇലോൺ മസ്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ഓട്ടിസം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് ആസ്പെർജസ് സിൻഡ്രം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് എനിക്കറിയില്ല അതിൻ്റെ ഡയഗ്നോസിനെ പറ്റി. എൻ്റെ അണ്ടർസ്റ്റാൻഡിൽ അത്ര ട്രീറ്റബിളോ ക്യൂറബിളോ ആയ കാര്യമല്ല. ട്രീറ്റബിൾ ആണ്, അത്ര ക്യൂറബിൾ ആയ കാര്യമല്ല. പക്ഷെ മേ ബി ചിലപ്പോൾ മൈൽഡ് ആണെങ്കിൽ ഡിഫറൻസ് ഉണ്ടാവാം. അതുപോലെ ബിൽ ഗേറ്റ്സ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായി, അദ്ദേഹത്തിന് ബിഹേവിയറൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരെയും ബാധിക്കാവുന്ന ഒരു വിഷയമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഞാനൊരു കണ്ണു തുറപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ ഇതിൽ പാഷനേറ്റ് ആവണം എന്നുള്ള കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദുരന്തമായിരുന്ന സാധനം കോവിഡ് ആണല്ലേ. നമ്മൾ കോവിഡ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യാനൊക്കെ പോയി. കോവിഡ് ബാധിച്ച് ആ സമയത്ത് മെന്റൽ ഹെൽത്ത് ആയിരുന്നു വലിയൊരു കൺസേൺ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും NCRB എന്ന് പറഞ്ഞാൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ എന്നാണ് പറയുന്നത്. നമ്മുടെ ഗവൺമെന്റിന്റെ മരണങ്ങളും ക്രൈമും ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അപ്പൊ NCRBയുടെ കണക്കനുസരിച്ച് 2019 മുതൽ 2022 വരെയാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ഡെത്ത് ഉണ്ടായിട്ടുള്ളത്. കോവിഡ് കാരണമുള്ള ഡെത്ത് നമുക്കറിയാമല്ലോ, ലോക്ക്ഡൗൺ അതുപോലെയുള്ള പല കാര്യങ്ങളുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പം അതിനൊക്കെ കോവിഡ് മൂലം ഉണ്ടാകുന്ന ഡെത്ത്, കോവിഡ് ഡെത്ത്, അത് ഈ 2019-2022 സമയത്താണ് 5,33,000 സംതിങ് ആൾക്കാരാണ് കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത്. 5.33 lakhs. ഓക്കെ, ഓർക്കണം ഈ നമ്പറെ, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതേ സമയം 2019 മുതൽ 2022 വരെ നമുക്കറിയാം കോവിഡ് സമയത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു. ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു, വാക്സിൻ വന്നു, ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു അല്ലേ. നമുക്ക് ഒരു മാപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇടിയപ്പം പോലെ ഒരു മാപ്പൊക്കെ ഇറങ്ങിയ സമയമില്ലേ. ആൾക്കാർ എവിടെയെങ്കിലും കോവിഡ് ബാധിച്ച് രക്ഷപ്പെട്ടുണ്ടെങ്കിൽ അവന്റെ മാപ്പ് കണ്ടുപിടിക്കുക, പത്രത്തിൽ പരസ്യം ചെയ്യുക, അവന്റെ സകല രഹസ്യങ്ങളും പേപ്പറിലിടുക. ഇതുപോലെ ടൈമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. ഇത്രയ്ക്ക് സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്ത കോവിഡ്. ഓക്കെ, ആ സമയത്ത് ഡെത്ത് ആണ് 5.33. ഇതേ സമയത്ത് 2019 മുതൽ 2022 വരെ ആത്മഹത്യ ചെയ്തവർ, ഡിപ്രഷൻ കാരണം ആത്മഹത്യ ചെയ്തവർ എത്രയാ നിങ്ങൾക്ക് അറിയോ? 6,27,000 പേരാണ്. 6,27,000 പേര്. 6.27. നിങ്ങൾക്ക് NCRB കണക്ക് നോക്കിയാൽ അത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനുവേണ്ടി ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നോ? നോ. വാക്സിൻ? നോ. എന്തെങ്കിലും സ്പെഷ്യൽ മെഷർമെന്റ്സ്? നോ. എന്താണ് പരിപാടി? കൗൺസിലിംഗ്, സൈക്കാട്രിസ്റ്റ്, മരുന്ന്. ഓക്കെ, സെയിം ആസ് ഫോളോസ് ആസ് ബിഫോർ. ഓക്കെ, പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. സി ഡെത്ത്, സൂയിസൈഡ് ഡ്യൂ ടു ഡിപ്രഷൻ. എല്ലാ ആത്മഹത്യയുടെ പേരിൽ ഒരു ഡിപ്രഷന്റെ കഥയുണ്ട്. ഇല്ലാതെ ആത്മഹത്യ ഇല്ല. ഓക്കെ, ഒരു ദിവസം ഇപ്പം റോഡ് ആക്സിഡന്റ് ആണല്ലോ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ഒരു മരണത്തിന് കാരണം. ഓക്കെ, റോഡ് ആക്സിഡന്റ് കാരണം ഒരു ദിവസം എത്ര പേരാണ് മരിക്കുന്നതെന്ന് അറിയോ? 462 പേരാണ്. ഇത് 2022 കണക്കാണേ. ചിലപ്പം ഈ പുതിയ കണക്ക് ഇറങ്ങിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. 462 പേരാണ് ഒരു ദിവസം ഇന്ത്യയിൽ ആവറേജ്. ഓക്കെ, റോഡ് ആക്സിഡന്റ് മൂലം മരിക്കുന്നത്. അത് ആവറേജ് കണക്കാണ്. എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. ഇത് കണക്ക് വെച്ചിട്ടല്ലോ ആൾക്കാർ മരിക്കുന്നത്. അപ്പോൾ ഒരു ആവറേജ് കണക്കാണ് 462. അടുത്ത പ്രധാനപ്പെട്ട ഒരു മരണകാരണം എന്താണ്? ഹാർട്ട് അറ്റാക്ക് ആണ്. എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു മരണകാരണമാണ് ഹാർട്ട് അറ്റാക്ക്. എത്രയെന്നറിയോ ഹാർട്ട് അറ്റാക്ക് മൂലം ഇന്ത്യയിൽ മരിക്കുന്ന? NCRBയുടെ കണക്കനുസരിച്ച് 89 പേരാണ് ഒരു ദിവസം
ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്നത്. ആദ്യത്തത് 462, അടുത്തത് ഹാർട്ട് അറ്റാക്ക് 89. ആത്മഹത്യ മൂലം, ഡിപ്രഷൻ കാരണം ഒരു ദിവസം എത്ര പേരാ മരിക്കുന്നറിയോ? 468 പേര്, 468. ഓക്കെ, ഇത്രയ്ക്ക് മരണകാരണമായിരിക്കുന്ന ഒരു വിഷയത്തെയാണ് നമ്മൾ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ഓരോ കാര്യത്തിലും നമ്മൾ മെന്റൽ ഹെൽത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയ്ക്ക് സീരിയസ് ആയ ഒരു മാറ്ററിനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ആ ഒരു സീരിയസ്നെസ് ചിലപ്പോൾ നമ്മുടെ ഗവൺമെന്റിന് ഉണ്ടാവണമെന്നില്ല, നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ദുഃഖം, ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഉണ്ടാവണമെന്നില്ല. കഴിഞ്ഞ ദിവസം എനിക്കിവിടെ ഒരു പേഷ്യന്റ് വന്നു. അവർക്ക് വളരെ ഗുരുതരമായ തരത്തിൽ ഡിപ്രഷനാണ്, നല്ല രീതിയിൽ സൂയിസൈഡാലിറ്റി ഉണ്ട്, അവർക്ക് ഈവൻ ഡിസോസിയേഷൻ പോലും ഉണ്ട്. ഡിപ്രഷൻ മാത്രമല്ല, ഡിസോസിയേഷനും ഉണ്ട്. തീർച്ചയായും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളതാണ്. ഡോക്ടറെ കണ്ടതിന് ശേഷം അവർ മരുന്നെടുക്കാൻ തയ്യാറല്ല. അവർ ചോദിക്കുന്നത് വേറെ എന്തൊക്കെയാ വഴി, ഞങ്ങൾക്ക് ഇവിടെ കൗൺസിലിംഗ് തന്നാൽ മതി, മരുന്ന് വേണ്ട. അവർ സമ്മതിക്കുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു മരുന്ന് കൂടെ കൗൺസിലിങ്ങും തെറപ്പിയും ഒക്കെ വേണം. സമ്മതിക്കുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടാണ്. അവസാനം അവരോട് പോയി. വളരെ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. പക്ഷേ മെന്റൽ ഹെൽത്ത് ലിറ്ററസി എന്ന് പറയുന്നത് ഇല്ല. ഓക്കെ, അവർക്ക് അറിയില്ല, അതിന്റെ പ്രാധാന്യം അറിയില്ല, അതിന് അറിയില്ല. അവര് പിന്നീട് അറിയുമായിരിക്കും അതിന്റെ ഒരു പ്രാധാന്യം. പക്ഷേ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെന്റൽ ഹെൽത്ത് ലിറ്ററസി ഇല്ലാത്തതുകൊണ്ട് മാത്രം. എനിക്കറിയാവുന്ന എനിക്ക് എപ്പോഴും സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. എന്നെ ഒരു 5 വർഷം മുമ്പ് കാണാൻ വന്നൊരു ഫാമിലി. അതിലൊരു കുട്ടി, അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവന് ഡിപ്രഷനും ഒരു ഡെലൂഷനും ഉണ്ട്. അവന്റെ സ്കിന്ന് ബേസ് ചെയ്തിട്ട് അവന്റെ കളറിനെ പറ്റിയൊക്കെ ഒരു ഡെലൂഷൻ ഉണ്ട്. അവൻ തീരെ ആൾക്കാരെല്ലാം കൂടെ അവനെ മോശമായിട്ട് കരുതുകയാണ്, തീരെ കൊള്ളൂല എന്നൊക്കെയുള്ള ഭയങ്കരമായ ഒരു ഡെലൂഷനാണ്. അപ്പൊ ഞാൻ പേരൻസിനോട് പറഞ്ഞു, നിങ്ങൾ ആ കുട്ടിക്ക് നിങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അവര് വില്ലിങ് ആയില്ല, അവര് മെഡിസിൻ വേണ്ടതാണ്, എടുത്തില്ല. കഴിഞ്ഞ 1 വർഷം മുമ്പ് ഞാൻ അറിയാനിടയായി ആ കുട്ടി ആത്മഹത്യ ചെയ്തു. നല്ല കഴിവുള്ള കുട്ടിയാണ്, വളരെ ഇന്റലിജന്റ് ആയ കുട്ടിയാണ്, ആത്മഹത്യ ചെയ്തു. ഇതുപോലെ മെന്റൽ ഹെൽത്ത് മൂലമാണ് പല ആത്മഹത്യകളും നടക്കുന്നത്. നമ്മളിപ്പം നമ്മുടെ ഗവൺമെന്റ്, എല്ലാ ഗവൺമെന്റുകളും പ്രധാനപ്പെട്ട വിഷയമാക്കുന്ന കാര്യമാണ് ഡെവലപ്മെന്റ്, വികസനം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം ഇമ്പോർട്ടൻ്റ് ആണ്. വി ലവ് അവർ നേഷൻ. ഭാരത്, ഇന്ത്യ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാം ഡെവലപ്മെന്റ്, പാട്രിയോട്ടിസം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സമയത്തും നമ്മൾ കഴിഞ്ഞ ഒരു റിപ്പബ്ലിക് ഡേ കഴിഞ്ഞു പോയിട്ടുള്ളൂ, നമ്മൾ പതാക ഉയർത്തിയവരാണ്. ഒരു വർഷത്തെ കണക്കാണ് പറയുന്നത്. മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രം 3,75,000 കോടി രൂപയാണ് ഇന്ത്യയുടെ നഷ്ടം. 1% of GDP. Can you imagine? Because of mental health problem. Can you imagine? 2 കാര്യങ്ങളാണ് ഇത്. ജോലി എങ്ങനെ ബാധിക്കും എന്ന് പറയാം. ഒരു ദിവസം കണക്കനുസരിച്ചിട്ട് ഒരു വർഷം ആവറേജ് ഒരു വെയിറ്റ് 2 തരത്തിലാണ് എംപ്ലോയീസിനെ ഇത് ബാധിക്കുന്നത്. ഒന്ന് ആബ്സെന്റേസം, 2 പ്രസന്റേസം. എന്താണ് ആബ്സെന്റേസം എന്ന് പറഞ്ഞാൽ? ആബ്സെന്റ് ആകുക മെന്റൽ ഹെൽത്തിന്റെ ഇഷ്യൂ മൂലം. ജോലിക്ക് പോകാൻ തോന്നണില്ല, മൂടില്ല, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല. ആവറേജ് ഒരു വർഷം ഇന്ത്യയുടെ കണക്കനുസരിച്ചിട്ട് ആവറേജ് ഒരാള് 32 ദിവസം മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രം ജോലിക്ക് പോവാതിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സർവേ പറയുന്നത്. ഓക്കെ, 32 ദിവസം ആബ്സെന്റേസം. രണ്ടാമത്താണ് പ്രസന്റേസം. ആള് പ്രസന്റ് ആണ്, പക്ഷെ അവിടെ മനസ്സവിടെ ഇല്ല, പ്രൊഡക്ടിവിറ്റി ഇല്ല. പ്രസന്റേസം നോക്കിക്കേ, നമ്മളൊക്കെ ഒന്ന് ഫുൾ പൊട്ടൻഷ്യൽ, നമ്മൾ പറയാറില്ലേ, നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ ആയി കഴിഞ്ഞാൽ സൂപ്പറാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവറേജ് ആൾക്കാർ, ഐൻസ്റ്റീൻ വരെ എത്രയാണ് 10% താഴെ ബ്രെയിൻ പൊട്ടൻഷ്യാലിറ്റി ഉപയോഗിച്ചിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആ ഒരു പൊട്ടൻഷ്യാലിറ്റി ഉപയോഗിക്കാത്തത് കൊണ്ട് ഉള്ള പ്രോബ്ലമാണ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ. പ്രസന്റ് ആണ്, പക്ഷെ ആള് പ്രസന്റ് അല്ല, അവിടെ ബ്രെയിൻ പ്രസന്റ് അല്ല, മൈൻഡ് പ്രസന്റ് അല്ല. ഇതൊക്കെ കാരണം നമ്മുടെ രാജ്യത്തിന്റെ നഷ്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം.
ഓക്കെ. ഒരിക്കൽ എൻ്റെ ഒരു പ്രൊഫസർ, സൈക്കോളജി പ്രൊഫസറാണ്, അദ്ദേഹം ജപ്പാനിൽ പോയ സമയത്ത് അത് ഒരു ഫാമിലി തെറാപ്പിയുടെ ഭാഗമായിട്ടാണ് പോയത്. അപ്പോൾ ഫാമിലി തെറാപ്പിയുടെ കോഴ്സിന്, അപ്പോൾ ആ കോഴ്സ് പങ്കെടുക്കുന്നവരെല്ലാവരും ജപ്പാനിലെ കുടുംബങ്ങൾ വേണം സ്റ്റേ ചെയ്യാൻ, ഫാമിലികളുടെ. അദ്ദേഹം ഒരു ഫാമിലി സ്റ്റേ ചെയ്യാണ്. അപ്പോൾ ഒരു 75 വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ട് ആ വീട്ടിൽ, കുടുംബനാഥയാണ്. അദ്ദേഹത്തിന് അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഈ 75ാമത്തെ വയസ്സിലും ഈ സ്ത്രീ രാവിലെ എണീറ്റ് ജോലിക്ക് പോകും, വളരെ വൈകിയ തിരിച്ചു വരുന്നത്. അദ്ദേഹത്തിന് വളരെ സർപ്രൈസ് തോന്നി. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രായത്തിലും ജോലി ചെയ്യാൻ കാരണം? അവർക്ക് നല്ല സാമ്പത്തികമായിട്ട് നല്ല സമ്പത്തുള്ള ഫാമിലിയാണ്, വളരെ വെൽ ഓഫ് ആണ്, വളരെ നല്ല കുടുംബമാണ്. വൈ? അപ്പൊ അവർ പറഞ്ഞൊരു വാക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് ഇങ്ങനെ നിൽപ്പുണ്ട്. എന്നെ ഈ ഒരു മിഷനിൽ പാട്രിയോട്ടിക് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് ഇതാണ്. ആ ലേഡി അദ്ദേഹത്തോട് പറഞ്ഞു, യെസ്, ഞാൻ 75ാമത്തെ വയസ്സിലാണ് ഞാൻ, എനിക്ക് സാമ്പത്തികമുണ്ട്, പക്ഷേ ഞാൻ ജോലിക്ക് പോകുന്നു. കാരണം മൈ ജപ്പാൻ ഈസ് ടു ബി നമ്പർ 1 ഇൻ ദ വേൾഡ്. എൻ്റെ ജപ്പാൻ ഈ ലോകത്തിലെ നമ്പർ 1 ആവണം. നമുക്കറിയാം, നാഗസാക്കി, ഹിരോഷിമ ഒക്കെ കടന്ന് അവർ പോയി. അവരുടെ പാട്രിയോട്ടിസമാണ്. അവരുടെ രാജ്യത്തെ പറ്റി ചിന്തിക്കുന്നുണ്ട്, സമൂഹത്തെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തും മിഷനും എന്ന സാധനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് നിങ്ങൾ ഓരോ തരത്തിലും, ഒരു പക്ഷേ ഫുൾ ടൈം പ്രൊഫഷണൽ ആവണമെന്നില്ല. നിങ്ങൾ പക്ഷേ ഒരു മെൻ്റൽ ഹെൽത്ത് സ്ഥാപനം, കൗൺസിലിംഗ് സെൻറ്റർ ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൗൺസിലർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ടാവാം ജോലി. ഏതായാലും മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ എംപ്ലോയ്മെൻറ്റ്, ഇറ്റ് ഈസ് എ മിഷൻ ടു എംപവർ അവർ പീപ്പിൾ. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരു ഒത്തിരി ഡെഡിക്കേഷൻ വേണ്ട കാര്യമാണ്. 3 കാര്യങ്ങൾ ഈ മിഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് ഇതൊരു മിഷനാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആറ്റിറ്റ്യൂഡ് എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ആണുള്ളത്, സോഷ്യൽ വർക്കേഴ്സും ഉണ്ട്. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്, എൻ്റെ കൂടെ ഒരു ഡോക്ടർ, സൈക്കോളജിസ്റ്റ് ഒരു കൊല്ലത്തിലധികം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സൈക്കോളജിസ്റ്റ് കുറച്ച് കൊള്ളാവുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യാറുണ്ട്. ഞാനൊരു സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് ആരും ആയിക്കോട്ടെ, ഞാനൊരു ആദ്യത്തെ 3 മാസം ഞാൻ വീക്ഷിക്കും. എൻ്റെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവരുടെ ഡെഡിക്കേഷനാണ്. അവരൊരു ക്ലയൻറ്റിനെ കാണുമ്പം അവരത് വെറും ജോലിയായിട്ടാണോ ചെയ്യുന്നത്, ശമ്പളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജോലിയാണോ, അതോ അവരൊരു ഡെഡിക്കേഷൻ ആയിട്ടാണോ ചെയ്യുന്നത്? ദാറ്റ് ഈസ് വെരി ക്ലിയർ ഇൻ ദെയർ അപ്രോച്ച്. അതിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ് ഹൂ ദേ ആർ, ഐ വിൽ റിമൂവ് ഇമ്മീഡിയറ്റ്ലി. ഞാനത് എല്ലാ സ്ഥലത്തും ഞാൻ നോക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആസ് ആൻ ഓൺട്രപ്രണർ, ഒരു മെൻ്റൽ ഹെൽത്തിൽ ഒരു ഓൺട്രപ്രണർ എന്ന നിലയിൽ ഇത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് കാണുന്നത്. കാരണം ഐ ആം ഡൂയിങ് സംതിങ്, ഐ ആം ഡൂയിങ് എ മിഷൻ, ഐ ആം ഇൻ എ മിഷൻ. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ 102 പേരുണ്ട്, എൻ്റെ എല്ലാ എംപ്ലോയീസും എൻ്റെ കമ്പനിയിൽ. 102 പേരോടും ഫസ്റ്റ് ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യം, I am running a mission. It is not a business. It is a mission to empower human mind, empower the nation. അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അതിന് പറ്റാത്തവർ, ഐ ഡോണ്ട് വാണ്ട് their presence in my organization. അതാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഡെപ്തിൽ പോകും, നമുക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടാവും. അതായത് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയി കണ്ടു, കൗൺസിലറെ കണ്ടു, ഇവിടെ കൗൺസിലറെ കണ്ടു, ഈ ഡോക്ടറെ കണ്ടു, ആ ഡോക്ടറെ കണ്ടു, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് കേസുകൾ കാണും. നിങ്ങൾക്ക് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. എത്രയോ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ അടുത്ത് പോകുന്ന എത്രയോ പേര് ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിന് പല വശം ഉണ്ടാവും കേട്ടോ. ഇത് ഡോക്ടർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ആ വ്യക്തിക്കും താല്പര്യം ഉണ്ടാവണം, ഡെഡിക്കേഷൻ ഉണ്ടാവണം. അതായത് ആ ക്ലയന്റിന്റെ സഹകരണത്തോടെയും താല്പര്യത്തോടെയും ഡെഡിക്കേഷനോടെ അവരിൽ മാറ്റം ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഡോക്ടർ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അവർക്ക് ആ ഒരു സൈക്കോളജി സപ്പോർട്ട് നല്ല ഡെപ്തിൽ കൊടുക്കണം. അവരുടെ കാര്യങ്ങൾ എന്താണ് അവരുടെ ഇഷ്യൂ എന്ന് ഡെപ്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഈ ഗോയിങ് ഡെപ്ത് എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേഷൻ എന്ന് വരുന്നതാണ്. അതൊരു എംഫിലോ അല്ലെങ്കിൽ സൈക്കോളജി ഒരു ഡിഗ്രിയോ ഒരു PGയോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സോ കഴിഞ്ഞ എൻ്റെ പഠിത്തം കഴിഞ്ഞു, ഫൈൻ, ഇനി ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിടത്ത് ഡെപ്ത് ഇല്ല. ഡെപ്ത് എന്ന് പറയുന്നത് എപ്പോഴും ഉള്ള ലേണിങ്, ഡെയിലി ലേണിങ്. എത്രമാത്രം നമുക്ക് ഡെയിലി
ഇതിനുവേണ്ടി വായിക്കാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്. പുതിയ എന്തൊക്കെ കാര്യങ്ങൾ സൈക്കോളജി പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, എത്രമാത്രം സ്റ്റഡീസ് റിസർച്ചിൽ എനിക്ക് ഏർപ്പെടാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ആ ഡെപ്ത് ഇല്ലെങ്കിൽ നോ, അത് നമ്മൾ മിഷനിലല്ല, നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെയാണ് അറിയേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ദ വേ വി വർക്ക്. ദ വേ വി വർക്ക് എന്ന് പറയുമ്പം സൈക്കോളജി പല സ്ഥലത്തും ഞാൻ എൻ്റെ ഓർഗനൈസേഷനിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ്. ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. നിങ്ങൾക്കും ഇത്തരം സ്ഥാപനം ഉണ്ടെങ്കിൽ നിങ്ങളും അത് ചെയ്യുന്നത് നല്ലതാണ്. അതായത് നമ്മുടെ നാട്ടിലെ പലപ്പോഴും അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മെന്റലി എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉള്ള ആൾക്കാർ ഒരു സപ്പോർട്ടിന് വേണ്ടി വരുന്നു. ആ സപ്പോർട്ട് ഉള്ളവര് അവർക്ക് എന്താണോ വേണ്ടത്, ഓക്കെ, അവരൊരു ഒരു പ്രശ്നത്തിലാണ്, അവർ നമ്മുടെ ലെവലിലേക്ക് വരണം എന്നുള്ളതാണ് പലരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ലെവലിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, ഞാൻ എന്താ ചെയ്യുന്നത് മനസ്സിലാക്കണം, ഇവിടുത്തെ സംഭവം എന്താണെന്ന് അവരറിയണം, അവരത് മനസ്സിലാക്കി അവർ പ്രവർത്തിക്കണം എന്നുള്ളതാണ് അവരുടെ അപ്രോച്ച്. നോ, അതൊരു മിഷന്റെ അപ്രോച്ച് അല്ല. മിഷന്റെ അപ്രോച്ച് എന്താണ്? അവരുടെ ലെവലിലേക്ക് ഒരു പ്രാക്ടീഷണർ താഴ്ന്നു ചെല്ലുന്നതിലാണ്. അവരെ മനസ്സിലാക്കി അവരുടെ ലെവലിലേക്ക് ഒരു പ്രാക്ടീഷണർ താഴ്ന്ന് ഇറങ്ങുന്നതിലാണ്. നമ്മുടെ ചെറുപ്പം എന്ന് പറയുന്നത് വലിയവനെ ചെറുതാവാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ വലുപ്പം നമ്മൾ ചെറുതാവുന്നതിലാണ്. അവരെ മനസ്സിലാക്കി ആ ഡെപ്തിലേക്ക് ഇറങ്ങുന്നതാണ്. ഇതൊക്കെ നമ്മുടെ വേ ഓഫ് വർക്കാണ്. വളരെ ഹമ്പിൾ ആയിട്ട് എമ്പതി ഉണ്ടാവുന്നതിലാണ്. ഡിപ്രഷൻ അടിച്ച് കരയുന്ന ഒരാളോട് എമ്പതൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഒന്നും, ഡിപ്രഷനോ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറോ ആന്റി സോഷ്യലോ എന്തും ആയിക്കോട്ടെ, ഏതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ചോയ്സ്. ആരും ചൂസ് ചെയ്യുന്നതല്ല. എനിക്കിഷ്ടമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഐ ചൂസ് ടു ലീവ് വിത്ത് NPD ഫ്രം ടുഡേ ഓൺവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരും തീരുമാനിക്കുന്നില്ല. ഓക്കെ, അവരെല്ലാം അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്നതാണ്. ആരും ആന്റി സോഷ്യൽ ആവാൻ ആഗ്രഹിച്ച് വരുന്നതല്ല, അത് സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ കാണിക്കുന്ന എമ്പതി എങ്ങനെയാണ്? ഓക്കെ, ഡിപ്രഷനുള്ള ആൾക്കാരോട് നമ്മൾ എമ്പതൈസ് ചെയ്യും, കരയുന്ന ആളെ നമ്മൾ ചേർത്ത് പിടിക്കും. പക്ഷേ അബ്യൂസ് ചെയ്യുന്ന, മെന്റൽ ഹെൽത്തും പ്രോബ്ലം മൂലം അബ്യൂസ് ചെയ്യുന്ന ഒരാളോട് നമുക്ക് എമ്പതൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വയലന്റ് ആവുന്ന ആൾക്കാരോട് നമുക്ക് എമ്പതൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു കഥയുണ്ട്. ഒരു അമ്മയെ ഒരു കൊച്ച് കല്ലെടുത്ത് എറിഞ്ഞു. ഓക്കെ, അതില് നാട്ടുകാർ പറഞ്ഞു അമ്മയ്ക്ക് ഹെൽപ്പ് വേണം, അമ്മയ്ക്ക് ഹെൽപ്പ് വേണം, ഈ മകൻ എന്താണ് ഇങ്ങനെ, പാവം അമ്മ എന്ന് പറഞ്ഞു. അവിടെ ഒരു മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഹീ നീഡ്സ് ഹെൽപ്പ്, ആ കുട്ടിക്ക് ഹെൽപ്പ് വേണം. അമ്മയ്ക്കാണ് മുറിവേറ്റിരിക്കുന്നത്, അമ്മയുടെ രക്തം പൊട്ടി ഒലിക്കുകയാണ്. പക്ഷെ അവിടെ മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹീ നീഡ്സ്, ദ ചൈൽഡ് നീഡ്സ് ഹെൽപ്പ്. അതാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതത്ര എളുപ്പമുള്ള പരിപാടിയല്ല, പറയുന്ന പോലെയല്ല. അപ്പോൾ ഇവിടേക്കാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. ഞാനൊന്ന് ചുരുക്കമാണ്. അതിനുശേഷം നമുക്ക് ഇൻട്രാക്ഷനിലേക്ക് കടക്കാം. സമയം കുറച്ച് കൂടിപ്പോയി, സോറി. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്, വി ആർ ഡൂയിങ് സംതിങ് ഗ്രേറ്റ്, വി ആർ ഡൂയിങ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ദ വേൾഡ്. നമ്മൾ വളരെ മനോഹരമായൊരു കാര്യം നമ്മുടെ രാജ്യത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ ഏതെങ്കിലും തരത്തിൽ സഹകരിക്കുന്നവരാണെങ്കിൽ, ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ആ ഡെഡിക്കേഷൻ വരേണ്ടത് നിങ്ങളുടെ വളർച്ചയിലാണ്. ഒരു കാര്യത്തിൽ മാത്രം നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഒതുങ്ങി നിന്ന് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നോ, ദാറ്റ് ഈസ് നോട്ട് എ മിഷൻ, ഇറ്റ് ഈസ് നോട്ട് എ ഡെഡിക്കേഷൻ. നിങ്ങളുടെ കംഫർട്ട് സോണെ ബ്രേക്ക് ചെയ്യണം. ആ കംഫർട്ട് സോണെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ കൂടുതൽ അതിൽ വളരണം. നിങ്ങളുടെ സർവീസിന്റെ ഏരിയ നിങ്ങൾ വർദ്ധിപ്പിക്കണം. നിങ്ങൾ ഓരോ ദിവസവും ആലോചിക്കണം എങ്ങനെ എന്നെ കൊണ്ട് കൂടുതൽ ഡെഡിക്കേറ്റഡ് ആവാൻ വേണ്ടി പറ്റും. അതിലാണ് മിഷൻ എന്ന് പറയുന്നത്. ആ ഒരു മിഷന്റെ സ്പിരിറ്റിൽ നമുക്ക് ഈ മെന്റൽ ഹെൽത്തിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഐ വെൽക്കം. ഓക്കെ.